കഴക്കൂട്ടത്ത് നമുക്കറിയാം CPM-ന്റെ തോൽവി വി ശിവൻകുട്ടി അവിടെ ഇവിടെ കഴക്കൂട്ടത്ത് CPM സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പരാജയപ്പെടുന്നു. അത് കുറച്ച് വോട്ടുകൾക്കുള്ള പരാജയമാണ്. കേവലം വോട്ടുകൾക്ക് 3 അക്ക സംഖ്യയിൽ മാത്രമാണ് മുരളീധരൻ ജയിച്ചത് എന്നുള്ളത് പ്രധാനമാണ്. ഈ തോൽവിയിൽ അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന ആവശ്യമുയർന്നു. കടകംപള്ളി സുരേന്ദ്രനെ മനഃപൂർവ്വം തോൽപ്പിച്ചതെന്നാണ് ആരോപണം. ഇതിനായി ബോധപൂർവ്വ ശ്രമമുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തി. മണ്ഡലം സെക്രട്ടറിക്കെതിരെയും വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്നാണ് വിവരം. BV അരുൺ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. അരുൺ, കഴിഞ്ഞ ദിവസം നേമത്തെ തോൽവിയുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ പരാമർശങ്ങൾ, കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കാർ പണം വാങ്ങി ശിവൻകുട്ടിയെ തോൽപ്പിച്ചു എന്നാണ് വിമർശനം ഉയർന്നത് യോഗത്തിൽ. സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇതുണ്ടായത്. നമുക്കറിയാം, നേരത്തെ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുണ്ട് എങ്കിലും നേരിട്ട് CPM പണം CPM പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ പണം കൈപ്പറ്റി തോൽപ്പിച്ചു എന്നുള്ള ആരോപണം ഒരുപക്ഷെ ആദ്യമായി ആയിരിക്കാം. സമാനമായി തന്നെയാണോ കഴക്കൂട്ടത്തും സംഭവിച്ചിരിക്കുന്നത്? കഴക്കൂട്ടത്ത് നമുക്കറിയാം നേരിയ മാർജിനിലാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത്. അവിടെയും വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണോ പാർട്ടി? അത്തരം വിമർശനമാണ് ശനിയാഴ്ച ചേർന്ന CPM-ന്റെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. കഴക്കൂട്ടം ജയിച്ചു വരാവുന്ന മണ്ഡലമായിരുന്നു. നിരവധി പ്രതികൂല ഘടകങ്ങൾ അതിജീവിച്ച് അവിടെ കടകംപള്ളിയുടെ വ്യക്തിപ്രഭാവം കൂടിക്കൊണ്ട് അവിടെ വലിയ മുന്നേറ്റം നടത്താനായത്. പക്ഷേ നിസ്സാര വോട്ടുകളിൽ തോറ്റുപോയത് പാർട്ടിക്കുള്ളിലെ പാലം വലി എന്ന വിമർശനമാണ് ആ യോഗത്തിൽ ഉയർന്നത്. മണ്ഡലം സെക്രട്ടറി തികച്ചും ഏകാധിപതിയ പോലെ പെരുമാറുകയായിരുന്നു. എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് എടുക്കുകയായിരുന്നു. അവിടെ ഒരു തരത്തിലും കൂടിയാലോചന ഉണ്ടായില്ല. കടകംപള്ളി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ തിരക്കിലായാലും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും കഴിഞ്ഞില്ല. അവസാന ഘട്ടം വരെയും അവിടെ കൃത്യമായ ലീഡ് കടകംപള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ കടകംപള്ളി വാർഡ്, കടകംപള്ളി സുരേന്ദ്രന്റെ വീട് ഉൾപ്പെടുന്ന കടകംപള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ഉൾപ്പെടുന്ന കടകംപള്ളി വാർഡ്, അതുപോലെ ഉള്ളൂർ, ഇടവക്കോട്, മണ്ണന്തല പ്രദേശങ്ങളിൽ വോട്ടെണ്ണുമ്പോഴാണ് മുരളീധരൻ ലീഡിലേക്ക് എത്തുകയും അവസാനം നേരിയ മാർജിൻ ജയിച്ചു പോവുകയും ചെയ്തത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-ന് സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ നിന്ന് വോട്ട് പോയത് പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. തികച്ചും സ്വാഭാവികമായ ഒന്നല്ല. അതിന് പിന്നിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന വിമർശനവും കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. മണ്ഡലം സെക്രട്ടറിക്ക് അതിരൂക്ഷ വിമർശനം ആ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി നിർത്താനോ അല്ലെങ്കിൽ പലയിടങ്ങളിലും അപരന്മാരെ നിർത്തി വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്നും അവിടെ അത്തരം ശ്രമങ്ങൾ പോലും ഉണ്ടായില്ല. അടിസ്ഥാനപരമായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒന്നാണ്. അത് മനഃപൂർവ്വമാണോ എന്ന സംശയമാണ് ചില അംഗങ്ങൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും ഇടവക്കോട്, മണ്ണന്തല, ഉള്ളൂർ ഈ ലോക്കൽ പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ കടകംപള്ളി വാർഡിലെയും വോട്ട് ചോർച്ചയാണ് പ്രധാനമായി അന്വേഷിക്കേണ്ടത്. ഈ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടോ, പ്രവർത്തനങ്ങൾ നേരായ രീതിയിൽ അല്ലേ മുന്നോട്ട് പോകുന്ന കാര്യത്തിലും പല അംഗങ്ങളും സംശയം പ്രകടിപ്പിച്ചു. CN മോഹനനാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ പ്രതിനിധാനം ചെയ്ത് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നത്. അതിരൂക്ഷ വിമർശനം മറ്റു വിഷയങ്ങളിലുമൊക്കെ അതുപോലെ MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ ഉയർന്നു. അതിനപ്പുറത്തേക്ക് ഈ തോൽവി അന്വേഷിക്കണമെന്ന ആവശ്യമാണ്, അതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം പ്രതികൾ ഉന്നയിച്ചത്. സൂചിപ്പിച്ച പോലെ നേരത്തെ നേമം ഏരിയ കമ്മിറ്റിയിലും സമാനമായ ആവശ്യം ഉയർന്നു. അവിടെ പണം വാങ്ങി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തുന്ന വിമർശനം തന്നെയാണ് ഉയർന്നത്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് നഷ്ടപ്പെട്ടത്. അവിടെയാണ് ഈ തിരുത്തലും മറ്റു കാര്യങ്ങളും വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നത്. നേമത്ത് അതിഗുരുതരമായ വിമർശനമായിരുന്നു. പണം പറ്റി ഈ പറഞ്ഞതുപോലെ CPM നേതാക്കൾ തന്നെ പണം പറ്റി തോൽപ്പിച്ചു VS ശിവൻകുട്ടിയെ എന്നാണ് ആരോപണം ഉയർന്നത്. കഴക്കൂട്ടത്തും സമാനമായ വിമർശനം ഉയരുന്നു എന്നാണ് BV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.